ഗീത ഗോപിനാഥ് IMFന്റെ ചീഫ് ഫിനാൻഷ്യൽ അഡ്വൈസർ ആയിരുന്നു. വേറെ ചില പദവികളും അവർക്കുണ്ടായിരുന്നു. ഇന്ത്യനാണ്, പക്ഷെ അമേരിക്കയിലെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു മാക്രോ എക്കണോമിസ്റ്റാണ്. അവർ ഈയിടെ ഒരു ഇന്ത്യൻ എക്കണോമിയെക്കുറിച്ചുള്ള ഒരു ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു. അതിനകത്തുനിന്ന് നമുക്കുള്ള ഇന്ത്യയെക്കുറിച്ച് നമുക്കെന്ത് മനസ്സിലാക്കാമെന്നും നമ്മുടെ ഇൻവെസ്റ്റർ സെൻറ്റിമെൻറ്റ് എങ്ങനെ പോകണം എന്നുമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്, ഈ ഇറാൻ വാർ എന്ന് പറയുന്നത് നിന്നാലും നിന്നില്ലെങ്കിലും അതിൻ്റെ എഫക്റ്റ് മാസങ്ങളോളം മിനിമം തുടരും. ഇത് നമ്മളെ മാത്രമല്ല ബാധിച്ചിട്ടുള്ള, നമ്മളെക്കാളേറെ ബാധിച്ചിട്ടുള്ള രാഷ്ട്രങ്ങളാണ് കൂടുതലും. ഇന്ത്യ സ്ട്രോങ് ആണെന്ന് അവർ പറയുന്നു. ഇന്ത്യയുടെ ഫണ്ടമെൻ്റൽസ് സ്ട്രോങ് ആണ് പല വിധത്തിലും. അത് തന്നെയല്ല, നമുക്ക് ഇൻഫ്ലേഷന് ബഫർ ഉണ്ടെന്ന് അവർ പറയുന്നുണ്ട്. ശരിയാണ്, നമുക്ക് ഇനി 2-3% കൂടിയാലും നമ്മുടെ എക്കണോമി കാര്യമായിട്ട് ബാധിക്കാനിടയില്ല. പക്ഷെ സപ്ലൈയുടെ ഒരു ഇഷ്യൂ വരുമ്പോൾ തീർച്ചയായിട്ടും ഇൻഫ്ലേഷനിലേക്ക് നമ്മൾ കയറേണ്ടി വരും. ഒരു പക്ഷേ ചൈനയും ജപ്പാനും ഒക്കെ ഓൾറെഡി അവരുടെ ഡിമാൻഡ് കുറച്ചിരിക്കുന്നു. ഫ്യൂവലിൻ്റെ പ്രൈസ് ഒരു പക്ഷേ 140-150 ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് അവർ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഈ ഫ്യൂവൽ പ്രൈസ് കൂടിയാൽ തീർച്ചയായിട്ടും നമ്മുടെ ഫിസിക്കൽ ഡെഫിസിറ്റ് കൂടുകയും നമ്മുടെ ഗ്രോത്ത് കുറയുകയും നമ്മുടെ ബിസിനസ്സിനെ അത് അഡ്വേഴ്സായിട്ട് അഫക്റ്റ് ചെയ്യുകയും ചെയ്യും. പക്ഷേ ഇന്ത്യയുടെ ഫണ്ടമെൻ്റൽ സ്ട്രോങ് ആണെന്നും നമ്മുടെ ക്രെഡിബിലിറ്റി സ്ട്രോങ് ആണെന്നും അതുകൊണ്ട് നമുക്കത് ഈസി ആയിട്ട് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുമെന്നും ലോങ് ടേമിൽ ഇന്ത്യ തന്നെയാണ് ഗെയിനറായിരിക്കുമെന്നാണ് അവർ പറയുന്നത്. അവർ പോളിസിയെക്കുറിച്ച് അവരുടെ അഡ്വൈസസ് ഇതാണ്: നമ്മൾ റുപ്പീനെ, അതായത് RBI റുപ്പീനെ അധികം അഡ്ജസ്റ്റ് ചെയ്യരുത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോറിൻ റിസർവ് അതുവഴി പോവുകയും, പക്ഷേ RBI ഇൻ്റർവെൻഷൻ വഴി ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ റുപ്പിയുടെ വില നിലനിർത്താൻ നോക്കിയാൽ അത് ലിമിറ്റഡ് ആയിട്ടുള്ള കാലത്തേക്കുള്ള എഫക്റ്റേ ഉണ്ടാവുകയുള്ളൂ. പിന്നെയും അത് അതിൻ്റേതായ ഓർഗാനിക് വഴിയിൽ അത് പോകും എന്നാണ് അവർ പറയുന്നത്. നമ്മൾ ചെയ്യേണ്ടത് ഈ സമയത്ത് കൂടുതൽ ജോബ് ക്രിയേഷൻ, അതേപോലെ തന്നെ മാർക്കറ്റ് റീഫോംസ്, പിന്നെ ഇൻഫ്ലേഷൻ കൺട്രോളിന്, അതിന് സപ്ലൈ ചെയിൻ്റെ, അതായത് ഇൻഫ്രാസ്ട്രക്ചർ ആയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ഗവൺമെൻറ് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ടൈഡ് ഓവർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു നല്ല ഉയർച്ച ഉണ്ടാവാനാണ് സാധ്യത. ഇനി പറയുന്നത് എൻ്റേതായ ഇൻ്റർപ്രിട്ടേഷൻസ് ആണ്, അവരുടെ അവലോകനങ്ങളിൽ നിന്ന് പഠിച്ചിട്ട്. അതായത് ഇന്ത്യക്ക് ഒരു ഡിപ്പെൻഡൻ്റ് അല്ല, ഒരു ചേരിയിലും ഇന്ത്യ ഡിപ്പെൻഡൻ്റ് അല്ല. ഇപ്പം ജപ്പാൻ അല്ലെങ്കിൽ ഇസ്രായേൽ അല്ലെങ്കിൽ യൂറോപ്പ് എല്ലാം അമേരിക്കയുടെ ഡിപ്പെൻഡൻ്റ് ആയിരുന്നുകൊണ്ട് അവരുടെ ഗ്രോത്ത് ലോങ് ടേമിൽ കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. എന്ന് തന്നെയുമല്ല, അവരുടെ ക്രെഡിബിലിറ്റിയും കുറവാണ്. കാരണം അവരുടെ ഒരു ഡിസിഷൻ പുറമേ നിന്ന് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുമെന്നുള്ളത് കൊണ്ട് ആളുകൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ലോങ് ടേമിൽ നമുക്കൊരു ക്രെഡിബിലിറ്റി ഉണ്ട്. അത് തന്നെയുമല്ല, നമ്മുടെ ഡിസിഷൻസ് ഇന്ത്യ തന്നെ എടുക്കുന്നു എന്നുള്ളത് കൊണ്ട് പല തടസ്സങ്ങൾ താൽക്കാലികമായിട്ടുണ്ടാകുമെങ്കിലും നമ്മുടെ എക്കണോമിയിലേക്ക് ഫണ്ട് നന്നായിട്ട് ഒഴുകാനുള്ള സാധ്യതയാണുള്ളത്. ഇപ്പോഴത്തെ പ്രഡിക്ഷൻസ് വെച്ചിട്ട് കുറേ നാളുകൾക്കകം ചൈന അമേരിക്കയെ ഓവർകം ചെയ്യുമെന്നും അമേരിക്ക ഒരുപക്ഷെ ഇന്ത്യയുടെ താഴെ പോകുമെന്നാണ് ലോങ് ഫോർകാസ്റ്റിലുള്ളത്. ഇത് അവർ പറഞ്ഞതല്ല, ഞാൻ വായിച്ചറിഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ തന്നെ സംഭവിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് കാണാൻ നമ്മൾ ഇവിടെ ഉണ്ടാവണമെന്നുമില്ല. പിന്നെ ഇപ്പോൾ നമുക്ക് നമ്മുടെ മാർക്കറ്റ്, ഈ ഒരു അന്തരീക്ഷത്തിൽ നമുക്ക് മാർക്കറ്റിലേക്ക് എങ്ങനെ നോക്കാമെന്നുള്ളതാണ് ഗീതാ ഗോപിനാഥിൻ്റെ അഡ്വൈസസിൽ വെച്ച് നോക്കിയാൽ ഞാൻ മനസ്സിലാക്കുന്ന വിവരങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ ക്രൂഡ് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു സെക്ടർ ഇത് ഇനിയും നന്നായിട്ട് ഉയരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ക്രൂഡ് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള പല സെക്ടേഴ്സ് ഉണ്ട്. പെയിൻറ്റ്സ്, അദസീവ്സ്, പ്ലാസ്റ്റിക്സ്, ലൂബ്രിക്കൻസ്, അതുപോലെ ഈവൻ ഓട്ടോമൊബൈൽ സെക്ടർ പറഞ്ഞാൽ ഫ്യൂവൽ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള, അതായത് ഫോസിൽ ഫ്യൂവൽ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഓട്ടോമൊബൈൽ സെക്ടേഴ്സ് വരെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡൊമസ്റ്റിക്കും ഇൻഫ്ലേഷൻ റെസിസ്റ്റൻറ്റുമായിട്ടുള്ള സെക്ടേഴ്സാണ്. ഇപ്പോൾ FMCG,
അത് നല്ല രീതിയിൽ ആഗ്രോ കെമിക്കൽ ഡൊമസ്റ്റിക് ഫെർട്ടിലൈസേഴ്സ് എന്ന് പറഞ്ഞാൽ നോർമൽ ഫെർട്ടിലൈസേഴ്സിന് സാധാരണ പുറമേ നിന്നുള്ള ഇൻഗ്രീഡിയൻസ് ആവശ്യമാണ്, അത് ഫ്യൂവൽ ഡിപ്പെൻഡൻ്റ് ആണ് എന്നുള്ളത് കൊണ്ട് അതല്ലാതെ വരുന്ന ഇൻഡസ്ട്രി, പിന്നെ ഡിഫെൻസീവായിട്ടുള്ള സെക്ടേഴ്സ്, അതായത് പവർ, ഇൻഫ്രാസ്ട്രക്ചർ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ വരുമാനം കൂടുന്ന ചില സെക്ടേഴ്സ് ഉണ്ട്. അതായത് എക്സ്പോർട്ട് കൂടുമ്പോൾ അത് നമുക്ക് കൂടുതൽ വരുമാനം തരുന്നത് IT സെക്ടർ. പക്ഷേ അതിനകത്ത് നമ്മൾ രണ്ട് കാര്യങ്ങൾ നോക്കണം. IT സെക്ടറിനകത്ത് AI ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്, അത് നെഗറ്റീവാണ്. അതുകൊണ്ട് അത് കോഷനോട് കൂടിയാണ് അതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുള്ളൂ. പിന്നെ ഫാർമ, ഇതും നമുക്ക് ഫോറിൻ ഡോളർ കിട്ടുന്നതാണ്. അത് റുപ്പിയുടെ വില താഴെ വരുമ്പോൾ വരുമാനം കൂടും. പക്ഷേ ഈ ഗീതാ ഗോപിനാഥിൻ്റെ ഒരു ഒപ്പീനിയൻ അനുസരിച്ചിട്ട് നമുക്ക് ഫ്യൂവൽ പ്രൈസിൻ്റെ ഒരു റെസ്ട്രിക്ഷൻ വരുമ്പോൾ ഇമ്പോർട്ട് ബില്ല് കൂടുന്നത് കൊണ്ട് നമ്മുടെ ഇമ്പോർട്ട് കുറയാൻ സാധ്യത എന്ന് പറയുന്നത് പെട്ടെന്നാണ്. പക്ഷേ ഇതിന് ശേഷം എക്സ്പോർട്ട് കൂടുക എന്ന് പറയുന്നത് വളരെ സ്ലോ പ്രോസസ്സാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സെക്ടേഴ്സ് അത് പെട്ടെന്ന് കൂടുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. പിന്നെ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന് നമ്മൾ നോക്കേണ്ടത് ഒരു പോർട്ട്ഫോളിയോ റീസ്ട്രക്ചറിങ് ആണ് നമ്മൾ നോക്കേണ്ടത്. അത് കുറേ കൂടി ക്യാഷ് റിസർവ് നമ്മുടെ കയ്യിൽ വേണം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഷോക്ക് നമ്മുടെ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഡിപ്പ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഒരു പക്ഷേ ക്രാഷ് എന്ന് പറയാവുന്ന രീതിയിൽ ആ സമയത്ത് നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റണം. പിന്നെ ഏതാനും മാസങ്ങൾക്കൊക്കെ എന്താണെങ്കിലും ഒരു വോളറ്റിലിറ്റി നമ്മൾ പ്രതീക്ഷിക്കണം. അപ്പോൾ ആ വോളറ്റിലിറ്റി കണ്ടിട്ട് നമ്മളൊരു തീരുമാനം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ഡെപ്റ്റ് ഫ്രീ ആയിട്ടുള്ള, ഇപ്പം ഡെപ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും ഇങ്ങനത്തെ അന്തരീക്ഷത്തിൽ ചിലപ്പോൾ ആ കമ്പനി തന്നെ ഒരു റിസ്കിലേക്ക് പോകാനും അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവാനും സാധ്യതയുണ്ട്. അപ്പോൾ ഡെപ്റ്റ് എന്നുള്ളത് ഒരു വലിയ ക്രൈറ്റീരിയ ആയിട്ട് കണ്ട് അവോയ്ഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്താണെങ്കിലും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം ഒരു സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറുടെ ശിക്ഷണത്തിൽ മാത്രം ചെയ്യുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.